ആദ്യം ഒരു നേരിട്ട് തന്നെ ചോദിച്ചു തുടങ്ങാം. കിട്ടുമോ എന്നറിയാത്ത അല്ലെങ്കിൽ കിട്ടാൻ സാധ്യതയില്ല എന്ന് മനസ്സിലാക്കിയ ഒരു കുട്ടി റിപ്പീറ്റിന് പോകണോ? ഒരു +2 കഴിഞ്ഞൊരു കുട്ടി കുറച്ചൊക്കെ ഒരു എഫേർട്ട് ഇട്ടു. ആ കുട്ടിക്ക് എത്ര മാർക്ക് ഉണ്ടെങ്കിൽ ഈ പ്രാവശ്യത്തെ ഒരു നീറ്റിന്റെ ഒരു അവസ്ഥ വെച്ചിട്ട് എത്ര മാർക്ക് ഉണ്ടെങ്കിൽ പോകാമെന്ന് സജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എങ്ങനെയായിരിക്കും പറയാം? ഇനി സ്വാഭാവികമായിട്ട് റിപ്പീറ്റ് പോകണ്ട എന്ന് തീരുമാനിക്കുന്ന ആളുകളുടെ മുമ്പിലേക്ക് പിന്നെ ഉള്ളത് വേറെ ഒരുപാട് ഓപ്ഷൻസ് ആണ്. അപ്പോൾ എന്തിലേക്കായിരിക്കും പിന്നെ പോകേണ്ടി വരിക? ഇതിനോട് കണക്ട് ചെയ്ത് തന്നെ ചോദിക്കാണ് ഒരാളെ ഒരു ചോദ്യം, ഈ പറഞ്ഞ പോലെ സെൽഫ് ഫിനാൻസിൽ പോകണ്ടേ എന്നുള്ള ചോദ്യത്തിനും എങ്ങനെയായിരിക്കും ഒരു ഓക്കെ. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ഒരുപാട് പിന്നെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിനപ്പുറത്തേക്ക് ഇനിയിപ്പം ഒരുപക്ഷെ റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നവരുണ്ടാവും. ഇത് കാണുന്ന നീറ്റിനെ കുറിച്ചൊക്കെ അറിയാൻ താല്പര്യമുള്ള മറ്റ് സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ നീറ്റിൽ ഈ പ്രാവശ്യം വലിയൊരു വ്യത്യാസം വന്നു. അപ്പോൾ അടുത്ത വർഷമൊക്കെ ഉള്ള അല്ലെങ്കിൽ അതിന് ശേഷമുള്ള ഒരു നീറ്റിൻ്റെ ഒക്കെ ഒരു പാറ്റേൺ ഒക്കെ എങ്ങനെയായിരിക്കും? അടുത്ത വർഷത്തെ നീറ്റൊക്കെ എങ്ങനെയായിരിക്കും? ഹായ് ഓൾ, നീറ്റിൻ്റെ റിസൾട്ട് വന്നു. നമ്മളെല്ലാവരും ഒരുപാട് ചർച്ച ചെയ്തതുപോലെ കഴിഞ്ഞ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു പാറ്റേൺ ആണ് നീറ്റിൽ ഉണ്ടായിരുന്നത്. അതിൽ റാങ്കിലും അത് റിഫ്ലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും കേരളത്തിലുള്ള സ്റ്റുഡൻസിന് അതിൽ ഒരുപാട് വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇനി അതിനെക്കുറിച്ചുള്ള ഒരു ചർച്ചയിലേക്കല്ല നമ്മൾ പോകുന്നത്. ഏതായാലും നീറ്റ് റിസൾട്ട് വന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലതരത്തിലുള്ള കൺഫ്യൂഷനുകളിലായിരിക്കും. പ്രത്യേകിച്ചും ഒരു ബോർഡർ ലൈനിൽ നിൽക്കുന്ന സ്റ്റുഡൻസ് ഒക്കെ പ്രത്യേകിച്ചും ഒരുപാട് കൺഫ്യൂഷൻസിലായിരിക്കും. പ്രത്യേകിച്ചും റിപ്പീറ്റ് ചെയ്യണോ, അല്ലെങ്കിൽ MBBS അല്ലാത്ത മറ്റു കോഴ്സുകൾക്ക് പോകേണ്ടതുണ്ടോ, അല്ലെങ്കിൽ മറ്റൊരു ഓപ്ഷനായിട്ട് എഞ്ചിനീയറിംഗ് എടുക്കണോ, വിദേശത്ത് പോകണോ, അതേപോലെ തന്നെ പിന്നെ ഇപ്പൊ മറ്റു കോഴ്സ് എടുക്കുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ AI കൊണ്ടൊക്കെ റീപ്ലേസ് ചെയ്യപ്പെടുന്ന കോഴ്സുകളാവുമോ? ഈവൻ ഡോക്ടേഴ്സ് MBBS എടുത്താൽ AI കൊണ്ട് റീപ്ലേസ് ചെയ്യപ്പെടും. അങ്ങനെയുള്ള ഒരുപാട് ചർച്ചകളിലും അല്ലെങ്കിൽ ഒരുപാട് സംശയങ്ങളിലും കൺഫ്യൂഷൻസിലുമാണ് ഉള്ളത്. അതിനെക്കുറിച്ചുള്ള ഒരു ഡിസ്കഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. ആദ്യം ഒരു നേരിട്ട് തന്നെ ചോദിച്ചു തുടങ്ങാം. കിട്ടുമോ എന്നറിയാത്ത അല്ലെങ്കിൽ കിട്ടാൻ സാധ്യതയില്ല എന്ന് മനസ്സിലാക്കിയ ഒരു കുട്ടി റിപ്പീറ്റിന് പോകണോ? എന്താണ് രണ്ടാരുടെ അഭിപ്രായം? ഷെഫി സാർ അറിയുമോ? അതിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ റിപ്പീറ്റിങ്ങിന് പോകണോ വേണ്ടോ എന്നുള്ളത് നല്ലോണം ആലോചിച്ചെടുക്കേണ്ട ഒരു ഡിസിഷനാണ്. ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പീറ്റ് മാത്രമല്ല, ഓൾറെഡി റിപ്പീറ്റ് ചെയ്ത കുട്ടികൾ റിപ്പീറ്റ് ചെയ്യണമെന്ന് ആലോചിക്കുന്നുണ്ടാവാം. 2 തവണ ശ്രമിച്ചിട്ട് 3-ാം തവണ പോകണമെന്ന് ആലോചിക്കുന്നവരുണ്ടാവും. 4 തവണ ശ്രമിച്ച കുട്ടികളൊക്കെ എനിക്ക് മെസ്സേജ് ഉണ്ട്. ഇനിയും പോകണമെന്നുള്ള ഡിസ്കഷനിലുള്ള. അപ്പോൾ അവിടെ ഇത് എന്നും ഇതുപോലെ തന്നെ കോമ്പറ്റേറ്റീവ് ആയിട്ടൊരു എക്സാമാണ്. 20 ലക്ഷത്തിന് മുകളിൽ ആളുകൾ എഴുതുന്ന പരീക്ഷയാണ്. അപ്പോൾ അതിൽ നമ്മൾ നമ്മുടെ 100% എഫേർട്ട് ഇട്ടു, നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന മാക്സിമം ഒരു കുട്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ റിപ്പീറ്റ് ചെയ്യണോ വേണ്ടതെന്നുള്ള സീരിയസ് ആയിട്ട് തന്നെ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. നേരെ മറിച്ച് നമ്മൾ ഒരു സിസ്റ്റം ഫോളോ ചെയ്യാതെ ഒരുപാട് മിസ്റ്റേക്കുകൾ വരുത്തി വേണ്ട രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഒരു വർഷം ഒരു കോഴ്സിൽ എൻറോൾ ചെയ്തു എന്നല്ലാതെ നല്ല രൂപത്തിൽ പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഒരു തവണയും കൂടെ നമുക്ക് ചെയ്യുന്നതിൽ ഒരു അർത്ഥമുണ്ട്. അതല്ലാതെ ആ ഒരു ഡ്രീമിന്റെ പേരിൽ അല്ലെങ്കിൽ ഒരു മോട്ടിവേഷന്റെ പേരിൽ മാത്രം എന്ത് ചെയ്യാൻ പാടില്ല, നമ്മളൊരു വർഷം കൂടെ 4-ാമതോ 5-ാമതോ വർഷം എടുക്കാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഷെഫി സാർ പറഞ്ഞതിന് തന്നെ ഞാൻ ഇവിടെ കുറേ ആൾക്കാർ കുറേ മിസ്റ്റേക്സ് വരുത്തി ഒരു കോഴ്സിൽ ജോയിൻ ചെയ്തു, പക്ഷെ വേണ്ടത്ര പഠിച്ചില്ല, അല്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങൾ മേ ബി ഫോളോ ചെയ്തില്ല. ഇങ്ങനത്തെ ആളുകളും റിപ്പീറ്റിനുള്ള സ്കോപ്പ് ഉണ്ടെങ്കിൽ പോലും ഇങ്ങനത്തെ ആളുകൾ അതിന് പോകണോ പോകണ്ടേ എന്നുള്ളതൊരു മിനിമം ഒരു 5 തവണയെങ്കിലും ആലോചിക്കണം എന്നാണ് എൻ്റെ ഒപ്പീനിയൻ. കാരണം ഒരു ഓപ്ഷൻ, ഒരു അവസരം കിട്ടിയിട്ട് അത് ശരിക്കും നമുക്ക് ചെയ്യാൻ പറ്റാത്തതിന് പല കാരണങ്ങളുണ്ടാവും. മേ ബി ചിലപ്പോൾ മോട്ടിവേഷൻ കുറഞ്ഞതായിരിക്കാം, ചിലപ്പോൾ വേറെ എന്തെങ്കിലും വീട്ടിലെ സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കാം. ആ സാഹചര്യം നമ്മൾ എന്തുകൊണ്ടാണ് അത് ചെയ്യാതിരുന്നത്, ആ സാഹചര്യങ്ങളെ എലിമിനേറ്റ് ചെയ്യാതെ എന്ത് ചെയ്യാൻ പാടില്ല, ഒരിക്കലും നമ്മൾ ഈ ഡിസിഷൻ എടുക്കാൻ പാടില്ല. എനിക്ക് വന്ന മെസ്സേജുകളിലൊക്കെ ഞാൻ ശ്രദ്ധിച്ചൊരു പാറ്റേൺ എന്നുള്ളത് വീട്ടിൽ നിന്ന് നല്ല സപ്പോർട്ടാണ്. അല്ലെങ്കിൽ വീട്ടുകാർ പറയുന്നത് എന്ത്, ഒരു വർഷം കൂടി റിപ്പീറ്റ് ചെയ്യാം. അതായത് 2-3 വർഷം റിപ്പീറ്റ് ചെയ്ത കുട്ടിയാണ് പറയുന്നത് ഒരു വർഷം കൂടി റിപ്പീറ്റ് ചെയ്യാമെന്ന് വീട്ടുകാർ പറയുന്നു. അപ്പോൾ ഇത് വലിയൊരു ഫാക്ടറാണോ എന്നുള്ളത് ശരിക്കും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. കാരണം വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു കുട്ടി കടന്നു പോകുന്ന എല്ലാ മാനസിക സംഘർഷങ്ങളും എസ്പെഷ്യലി ആ ടീനേജ് പ്രായത്തിലുള്ള കുട്ടികൾ ചിലപ്പോൾ പാരൻസിനെ അറിയിച്ചു കൊള്ളണമെന്നില്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ഇത് പലപ്പോഴും പാരൻസ് റിയലൈസ് ചെയ്യാതെ പോകുന്നൊരു യാഥാർത്ഥ്യമാണ്. കാരണം നമ്മൾ ആവശ്യപ്പെടുന്നത് 1 കൊല്ലം കൊണ്ട് അവൻ 2 കൊല്ലം കൊണ്ട് പഠിച്ച മുഴുവൻ കണ്ടന്റും ഒരു ഒറ്റയടിക്ക് പഠിച്ചു തീർക്കാനാണ് നമ്മൾ ബേസിക്കലി ആ കുട്ടിയോട് ആവശ്യപ്പെടുന്നത്. ഇത് എത്രത്തോളം ഒരു കുട്ടിക്ക് സാധിക്കും എന്നുള്ളത് അവൻ്റെ ഒരു പഠനത്തിൻ്റെ കഴിവിനപ്പുറം അവൻ്റെ കോൺഫിഡൻസ് ഒക്കെ ഒരുപാട് ഫാക്ടേഴ്സ് ഇവിടെ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ പാരൻസും ഇത് നിർബന്ധിക്കുന്നിടത്ത് അവർ ചിന്തിക്കുന്നുണ്ടാവാം, ഒരു വർഷം കൂടിയല്ലേ, അല്ലെങ്കിൽ ഒരു വർഷം കിട്ടിയിട്ട് അവന് പഠിച്ചാൽ എന്താ, ഒരു വർഷം കിട്ടിയാൽ അവന് ഈസിലി ഇത്രയും കാലം പഠിച്ചതല്ലേ, ഒരു വർഷം കൂടി കിട്ടിയിട്ട് അവനെ നന്നായിട്ട് അല്ലെങ്കിൽ അവൾക്ക് നന്നായി പഠിച്ചുകൂടെ എന്ന് ചില പാരൻസ് എങ്കിലും ചിന്തിക്കാറുണ്ടോ എന്നൊരു സംശയം എന്ത് ചെയ്യാറുണ്ട്, എനിക്ക് തോന്നാറുണ്ട്. അതിൽ ഇത് ആഡ് ചെയ്യാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നീറ്റിന്റെ എക്സാം ഈ വർഷത്തെ എക്സാം മാറ്റി നിർത്തിയാൽ കഴിഞ്ഞ 4 വർഷമായിട്ട് കുറച്ചുകൂടി എളുപ്പമുള്ള പരീക്ഷയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈവൻ അതും കുട്ടികളെ കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്യാൻ ഈ ഒരു കാരണമാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം അത്ര ഹൈലി മാത്തമാറ്റിക്കൽ അല്ലാത്ത പരീക്ഷയാണ് ഒരു 4 വർഷമായിട്ട് നടന്നത്. വേണമെങ്കിൽ ഒരു വർഷം കൂടി സ്കോർ ഇംപ്രൂവ് പറ്റും എന്നുള്ള കോൺഫിഡൻസ് ആ പേപ്പർ കാണുമ്പോൾ കുട്ടികൾക്ക് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത്തവണത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ നമുക്ക് കൃത്യമായിട്ട് പറയാം ഇതേ പാറ്റേണിൽ തന്നെ ആയിരിക്കും മോസ്റ്റ് പ്രോബബ്ലി അടുത്ത വർഷങ്ങളിൽ നീറ്റ് നടക്കാൻ പോകുന്നത്.
അങ്ങനെയാണെങ്കിൽ ഈ മാത്തമാറ്റിക്കൽ എബിലിറ്റിയും ഫിസിക്സിലെ പ്രോബ്ലം സോൾവിംഗ് സ്കിൽസോടെ നമുക്ക് ഒരു വർഷം റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സംഭവമേ അല്ല. അപ്പോൾ നന്നായിട്ട് ഈ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ പ്രോപ്പറായിട്ട് നോക്കിയിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് ആ തീരുമാനം. ഇതൊക്കെ കുറച്ചും കൂടി ജനറൽ ആയിട്ടാണ് നമ്മൾ ഈ വിഷയങ്ങൾ പറയുന്നത്. പക്ഷേ കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട് ഞാൻ ചോദിക്കാണ്, പിന്നെ ഒരു +2 കഴിഞ്ഞ ഒരു കുട്ടി കുറച്ചൊക്കെ ഒരു എഫേർട്ട് ഇട്ടു, ആ കുട്ടിക്ക് എത്ര മാർക്ക് ഉണ്ടെങ്കിൽ ഈ പ്രാവശ്യത്തെ ഒരു നീറ്റിന്റെ ഒരു അവസ്ഥ വെച്ചിട്ട് എത്ര മാർക്ക് ഉണ്ടെങ്കിൽ പോകാമെന്ന് സജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എങ്ങനെയായിരിക്കും പറയാം? അങ്ങനെ ഒരു മാർക്ക് ഞാൻ ഒരിക്കലും പറയൂല. ഞാൻ അങ്ങനെ ഒരു മാർക്ക് വെച്ച് പറയുന്ന ഒരാളല്ല. ഞാൻ 2 കേസസും കണ്ടിട്ടുണ്ട്. നല്ല മാർക്കോട് കൂടിയിട്ട് പോയിട്ട് അടുത്ത വർഷം അതിനേക്കാളും മോശം റാങ്കിൽ തിരിച്ചു വന്നിട്ടുള്ള ആൾക്കാരുണ്ട്. ഈ വർഷം തന്നെ ഉണ്ട്. കഴിഞ്ഞ വർഷം 646 മാർക്ക് കിട്ടിയ കുട്ടിയാണ് ഈ വർഷം ഇപ്പോൾ 1ാം റാങ്ക് വന്നിട്ടുള്ളത്. എന്നാൽ കഴിഞ്ഞ പ്രാവശ്യം 640 മാർക്ക് കിട്ടിയ കുട്ടി ഇത്തവണ 520 വന്ന കുട്ടികളെ എനിക്ക് പേഴ്സണലി അറിയാം. അപ്പോൾ ഇവിടെ ഇത്ര മാർക്ക് എന്നുള്ളതിലപ്പുറം ഇവിടെ ഈ പറഞ്ഞ പോലെ ഇത് മൾട്ടിറ്റ്യൂഡ് ഓഫ് ഫാക്ടേഴ്സ് വരുന്നൊരു വിഷയമാണ്. ഒന്നാ കുട്ടിയുടെ ഒരു മെന്റൽസ്, ആ കുട്ടി അതിന് എത്രത്തോളം അക്സെപ്റ്റഡ് ആണ് എന്നുള്ളത്. രണ്ടാമത് ഒരാളുടെ ഒരു ലേണിംഗ് സ്റ്റൈൽ, ഏത് രീതിയിലാണ് ഒരാൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് മോക്ക് ടെസ്റ്റ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള സൊല്യൂഷൻ. പക്ഷേ ഒരു ബേസും ഇല്ലാത്തൊരു കുട്ടി അങ്ങനെ പഠിക്കണം എന്ന് ഞാൻ പറയുമ്പോഴും എന്താണ്, അതും പ്രശ്നമാണ്. അങ്ങനെ ഒരു കുട്ടിയോട് അഡ്രസ് ചെയ്യാൻ പറ്റില്ല, റൈറ്റ്? അപ്പോൾ ഇങ്ങനെ ഏറെ മൾട്ടിറ്റ്യൂഡ് ഓഫ് ഫാക്ടേഴ്സ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും എന്താ പറയുക, ഇപ്പോൾ ഒരാൾക്ക് തോന്നുകയാണ് ഞാൻ +2 അത്യാവശ്യം നന്നായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, എനിക്ക് അത്യാവശ്യം നന്നായിട്ട് +2ലെ കണ്ടന്റ് ഒക്കെ അറിയാം, എനിക്ക് നീറ്റിന് അറ്റംപ്റ്റ് ചെയ്തു, മേ ബി എനിക്കൊരു 300 മാർക്ക് കിട്ടി, 350 മാർക്ക് കിട്ടി, ഈവൻ 450 മാർക്ക് കിട്ടി, ഒന്നും കൂടി ഒരു അറ്റംപ്റ്റ് ചെയ്താൽ എനിക്ക് കിട്ടുമെന്നുള്ള ആ തോന്നലും ധൈര്യവും ആ കുട്ടിക്കുണ്ടോ? നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്യണം എന്നുള്ളതാണ്, എസ്പെഷ്യലി +2കാരും ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ. ഇതിലിപ്പോൾ ഞാൻ ഇങ്ങനെ ചോദിക്കാൻ കാരണം എന്ന് വെച്ചാൽ പ്രത്യേകിച്ചും റിപ്പീറ്റേഴ്സിന്റെ കേസിൽ, അല്ലെങ്കിൽ ഈവൻ റിപ്പീറ്റേഴ്സ് ആയിട്ടുള്ള ഇപ്പോൾ ഒരു എന്നെ ബന്ധപ്പെട്ട ഒരു കുട്ടി ഈവൻ ഒരു 300s ആണ് അതിനെ ഇപ്പോഴും റിപ്പീറ്റ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ അവിടെ ഈ കോൺഫിഡൻസ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ അതിന്റെ അളവ് പല ആളുകൾക്കും പല രൂപത്തിലായിരിക്കും. അതെ, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആളുകൾ പ്രത്യേകിച്ച് റിപ്പീറ്റ് ഒക്കെ ചെയ്ത് അത് ഒന്ന് അനലൈസ് ചെയ്യാൻ, അതാണ് ഞാൻ പറഞ്ഞത്. അതാണ് ഞാൻ പറഞ്ഞത് +2കാരൻ ഞാൻ സ്പെസിഫിക് ആയി പറഞ്ഞത്. +2കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അത്യാവശ്യം ബേസ് ഉണ്ട്, കാര്യങ്ങൾ അറിയാമെന്നുണ്ടെങ്കിൽ ദേ ഷുഡ് ടേക്ക് എൻ അറ്റംപ്റ്റ്. ഒരു റിപ്പീറ്റർ അല്ലെങ്കിൽ ഓൾറെഡി റിപ്പീറ്റ് ചെയ്ത ഒരാൾ ഈ ഒരു ഇപ്രാവശ്യത്തെ നമ്മൾ റിസൾട്ട് നോക്കിയാൽ അറിയാം, ലോട്ട് ഓഫ് പീപ്പിൾ സ്റ്റക്ക് ഇൻ 400, 450 ആ റേഞ്ചിൽ. എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 400 to 500 ഏകദേശം 1 ലക്ഷത്തിന്റെ മേലെ ആളുകൾ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവിടെ ആ ഒരു റേഞ്ചിൽ കിടന്ന് കളിക്കുമ്പോൾ ദർ ഈസ് സംതിങ് പുള്ളിങ് യു ബാക്ക്. അത് എനിക്ക് തോന്നുന്നത് മിക്കവാറും ഒരു ലേണിംഗ് സ്ട്രാറ്റജിയുള്ള പ്രശ്നങ്ങളായിരിക്കാം. റൈറ്റ് ഗൈഡൻസോ മെന്റർഷിപ്പോ കിട്ടാത്തതുകൊണ്ടോ അല്ലെങ്കിൽ കിട്ടിയിട്ട് അത് ഉപയോഗപ്പെടുത്താതെ പല കുട്ടികളുണ്ട്, ഞാൻ എൻ്റെ വഴിക്കാണ്, ഞാൻ ഇങ്ങനെയാണ് പഠിക്കുക, ഞാൻ അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അങ്ങനെ പരീക്ഷ നടക്കും, പക്ഷെ ഞാൻ എൻ്റെ രീതിയിലാണ് പഠിക്കുക എന്ന് ചിന്തിക്കുന്ന പല കുട്ടികളുണ്ട്. ഇവിടൊക്കെ ഈ കുട്ടികളോട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നീറ്റ് പരീക്ഷ എന്നുള്ളത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് കേരളത്തിലെ ഇന്ത്യയിലെ ഒട്ടുമിക്ക സെന്റേഴ്സിലെ ആളുകൾക്കൊക്കെ അറിയുന്ന കാര്യമാണ്. കാരണം ദേ ഹാവ് ഡൺ ഇറ്റ് ടൈം ആൻഡ് ടൈം അഗെയിൻ. ഇവിടെ ഒരു എക്സ്ക്ലൂസിവിറ്റിയോ അല്ലെങ്കിൽ ഭയങ്കര ഒരു എന്താ പറയുക ഒരു ഡോമിനൻസ് ഒന്നും അല്ലെങ്കിൽ ഒരു മോണോപ്പൊളി ഒന്നും ഈ വിഷയത്തിലൊന്നും ഇല്ല. കേരളത്തിൽ തന്നെ നമ്മൾ ഇപ്രാവശ്യത്തെ റിസൾട്ട് നമ്മൾ പരിശോധിച്ചാൽ വളരെ ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ട് എല്ലാ സ്ഥലത്തു നിന്നുള്ള റിസൾട്ട്, എല്ലാ സെന്റേഴ്സും എന്നുള്ള റിസൾട്ട്, പുതിയ സെന്റേഴ്സിനും പഴയ സെന്റേഴ്സിനുള്ള റിസൾട്ട് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. എവരി വൺ നോ, ഈവൻ ടോപ്പ് 10 റാങ്ക്സിലുണ്ട്. ഈവൻ എവരി വൺ നോസ് എന്താ പറയുക എന്താ ചെയ്യേണ്ടത് എന്നുള്ളത്. മേ ബി മെത്തഡോളജിയിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായേക്കാം, അവർക്ക് വർക്കൗട്ട് ആയ വഴിയുണ്ട്. ആ വഴി കണ്ണടച്ച് അവരെ ബ്ലൈൻഡ് ആയിട്ട് ഫോളോ ചെയ്യുക എന്നുള്ളതാണ് എന്ത് ചെയ്യേണ്ടത്, ബേസിക്കലി കുട്ടികൾ ചെയ്യേണ്ടത്. സ്വന്തമായിട്ട് ഒരു കാര്യം എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഇവിടെ ഇൻവെന്റ് ചെയ്യാൻ നോക്കേണ്ടതില്ല. അതാണ് അതിന്റെ ഉള്ളിലോട്ട് കിടന്നാൽ പറയാനുള്ളത്. ഇതാണ് പല കുട്ടികളും സ്റ്റക്കായി പോകേണ്ട കാരണം എന്നുള്ളത്. പുറത്ത് നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഒരു ഈഗോക്ക് അപ്പുറം നമ്മൾ വരുത്തിയൊരു മിസ്റ്റേക്സ് നമുക്ക് തിരുത്താൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പണിക്ക് നിൽക്കരുത്. നമ്മൾ അതിനെക്കുറിച്ച് സീരിയസ്ലി അനലൈസ് ചെയ്യുന്ന പോലില്ല. എൻ്റെ മിസ്റ്റേക്ക് എന്താണെന്ന് ഞാൻ ചിന്തിക്കുന്ന പോലെ ഞാനത് പഠിക്കുമെന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യണ്ട, ഞങ്ങൾ പഠിക്കും, ഒരു കൊല്ലല്ലേ ഞാൻ അങ്ങനെ പഠിക്കുമെന്ന് വിചാരിച്ചിട്ട് ഒരാൾ അങ്ങോട്ട് ഇറങ്ങാൻ നിൽക്കണ്ട. നമുക്ക് പറ്റിയൊരു 4-5 മിസ്റ്റേക്കെങ്കിലും തിരിച്ചറിഞ്ഞിട്ട് വേണം ഇതിലേക്ക് ഇറങ്ങാൻ. അതിലേക്ക് ഇപ്പം റിപ്പീറ്റ് ചെയ്യണോ വേണ്ടേ എന്നൊരു ചോദ്യം കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഒരു ക്വസ്റ്റ്യൻ വരാറുള്ളത്, ഇപ്പം ഈ നീറ്റ് ആസ്പിറൻസ് തന്നെ ഒരുപാട് ആളുകൾ JEE മെയിനും കീബും ഒക്കെ എഴുതിയ ആളുകളുണ്ടാവും. അപ്പോൾ അതിൽ JEE മെയിനൊന്നും സബ്ജക്ട് വൈസ് കട്ട് ഓഫ് ഇല്ല. അപ്പോൾ മാത്സിന് 0 ആണെങ്കിൽ പോലും നമുക്ക് നല്ല റാങ്കിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ എഞ്ചിനീയറിംഗിൽ പോകണം അല്ലെങ്കിൽ LETക്ക് ഒരു സീറ്റ് കിട്ടും, അപ്പോൾ അതിന് പോകണം എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അവിടെ എനിക്ക് തോന്നിയിട്ടുള്ളത് മെഡിക്കൽ പ്രൊഫഷനോട് താല്പര്യമാണ്, ബയോളജി സബ്ജക്റ്റിനോട് ഇഷ്ടമാണ്, മാത്സിനോട് പൊതുവെ ഇഷ്ടമില്ലാത്തൊരു കുട്ടിയാണ്. പക്ഷേ ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും മാർക്ക് വെച്ചിട്ടാണ് ചിലപ്പോൾ പിന്നേക്കുള്ള ഒരു അഡ്മിഷൻ കിട്ടുന്നുണ്ടാവുക. ആ ഒരു കാരണത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല, എഞ്ചിനീയറിംഗ് ചൂസ് ചെയ്യാൻ പാടില്ല. കാരണം എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് 4 വർഷത്തെ കോഴ്സ്, ഹെവി മാത്തമാറ്റിക്സ് ഇൻവോൾവ് ആണ്. +2 പഠിച്ചതിനേക്കാൾ ടഫായിട്ടുള്ള ഡിഫിക്കൽട്ടായിട്ടുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മാത്സ് പഠിക്കാനുണ്ട്. അപ്പോൾ ആ ഒരു ആപ്റ്റിറ്റ്യൂഡ് ഇല്ലാതെ നമ്മൾ എഞ്ചിനീയറിംഗ് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ചിന്തിക്കാൻ പാടില്ല. നേരെ തിരിച്ച് ചോദിക്കുന്നവരുണ്ട്, അതായത് കുട്ടിക്ക് പണ്ട് മുതൽ താല്പര്യം
ഫിസിക്സ് മാത്സ് ഒക്കെ തന്നെയാണ്. പക്ഷെ വീട്ടുകാർ പറഞ്ഞതുകൊണ്ട് നീറ്റിന് വേണ്ടിയിട്ടാണ് 1-2 വർഷം ട്രൈ ചെയ്തത്. ഇപ്പം NIT പോലുള്ള ഒരു കോളേജിൽ അവസരം കിട്ടുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അത് മേ ബി ഒരു ബെറ്റർ ചോയ്സ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അതാണ് എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ട് ഇപ്പൊ ഇന്ന് എന്നൊരു കുട്ടി വിളിച്ചിരുന്നു. ആ കുട്ടി വിളിച്ച് പറഞ്ഞത്, ഞാൻ 2 വർഷം ഇപ്പോൾ മെഡിസിൻ റിപ്പീറ്റ് ചെയ്തു, അപ്പോൾ ഞാൻ എഞ്ചിനീയറിങ്ങിന് പോട്ടെ. പക്ഷെ എന്താ 2 വർഷം റിപ്പീറ്റ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് MBBS എനിക്ക് പറ്റൂല എന്നുള്ളത്. അപ്പോൾ 2 കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒന്ന്, ഈ ഒരു എന്താ പറയുക, എന്തിനാ നീ പിന്നെ എത്ര കഷ്ടപ്പെട്ട് നീ MBBSന് റിപ്പീറ്റ്, എനിക്ക് അതായത് ആ കുട്ടി പറഞ്ഞത് എന്നോട് പറഞ്ഞത് MBBS കിട്ടാത്തത് കൊണ്ട് എഞ്ചിനീയറിങ്ങിന് പോട്ടെ എന്നതല്ല, എനിക്ക് MBBS താല്പര്യമില്ല, എനിക്ക് എഞ്ചിനീയറിംഗ് ആണ് താല്പര്യം എന്ന് പറഞ്ഞത് 2 വർഷം റിപ്പീറ്റ് ചെയ്തിട്ട്. അപ്പോൾ ഞാൻ ഒന്ന് പറയാനുള്ളത്, നിങ്ങൾ ആരുടെയും നിർബന്ധത്തിന് വഴങ്ങിയിട്ടോ ഇതിനെക്കുറിച്ച് സീരിയസ് ആയി ആലോചിക്കാതെയോ നിങ്ങൾ എന്ത് ചെയ്യരുത്, റിപ്പീറ്റ് ചെയ്യാൻ പോകരുത്. വളരെ സീരിയസ് ആയി ആലോചിച്ചെടുക്കേണ്ട ഒരു ഡിസിഷനാണ്. എല്ലാവരും പോകണം, എൻ്റെ ഫ്രണ്ട്സൊക്കെ പോകണം, അതുകൊണ്ട് ഞാനും പോകുന്നു എന്നുള്ള ആ ട്രെൻഡിൽ പോകുന്നുണ്ട്. രണ്ടാമത് ഷിഫിർ സാർ പറഞ്ഞത് തന്നെയാണ് അടിവരയിട്ട് പറയാനുള്ളത്. മാത്സിനോട് താല്പര്യം ഇല്ലാത്ത ഒരാൾ എഞ്ചിനീയറിങ്ങിന് പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടും. എന്നാലും ഇപ്പോൾ നിങ്ങൾക്ക് ചില ആൾക്കാർ ചിലപ്പോൾ താല്പര്യം ഉണ്ടാവും, മേ ബി ആ താല്പര്യം കുറച്ച് കുറവായിരിക്കും, ബയോളജിനോടായിരിക്കും കൂടുതൽ താല്പര്യം, അതുകൊണ്ട് ഞങ്ങൾ ഈ ഒരു വഴിയിൽ പോയി. ബട്ട് ദാറ്റ്സ് ഫൈൻ, മാത്സ് എനിക്ക്. അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഇപ്പോൾ ഈ സമയത്ത് ഇരുന്നിട്ട് നിങ്ങൾ എഞ്ചിനീയറിങ്ങിന് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ +1 +2 മാത്തമാറ്റിക്സ് എന്ത് ചെയ്യണം, ഒന്ന് സ്ട്രോങ് ആക്കാം. എസ്പെഷ്യലി കാൽക്കുലസും ട്രിഗണോമെട്രിയും പോലത്തെ ഏരിയാസ് മറന്നു പോയിട്ടുണ്ടാവും. നമ്മളൊരു കോളേജിൽ പോകുമ്പോൾ ഫസ്റ്റ് ഇയർ തന്നെ എന്തായാലും മാത്സ് പേപ്പർ ഉണ്ടാവും. നമ്മൾ വെറുതെ ഒരു സപ്ലി അടിക്കുന്ന ഒരു അവസ്ഥയിലോട്ട് പോയാൽ പിന്നെ നമ്മൾ ആകെ വീണ്ടും ഡിപ്രസ്ഡ് ആയി പോകും. അല്ലെങ്കിൽ തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കിട്ടില്ല എന്നുള്ളൊരു മെൻറ്റാലിറ്റിയോട് കൂടിയിട്ടാണ് നമ്മൾ ഒരു കുറച്ചൊരു ഇൻഫീരിയർ മെൻറ്റാലിറ്റി അല്ലെങ്കിൽ തന്നെ പല കുട്ടികൾക്കും ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. റിയാലിറ്റിയാണ്, നിങ്ങൾ ഉണ്ടാവേണ്ട ആവശ്യമില്ല, പക്ഷെ ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. കാരണം അപ്പുറത്ത് ഇത് എന്താണ് ഭയങ്കരമായി എന്തോ പഠിച്ചു വന്നവരെന്നല്ല, അപ്പുറത്തും പല ആൾക്കാരും വരുന്നതെന്നുള്ളത് നമ്മൾ റിയലൈസ് ചെയ്യേണ്ടതുണ്ട്. പക്ഷേ ആ ഒരു മെൻറ്റാലിറ്റിയുടെ കൂടെ നമുക്ക് എന്തെങ്കിലും ഒരു പരാജയം സെറ്റ് ബാക്ക് കൂടി ഉണ്ടായാൽ നമ്മൾ ഭയങ്കരമായിട്ട് പിന്നെ നമ്മുടെ ലൈഫിൽ റിക്കവർ ചെയ്യാൻ ബുദ്ധിമുട്ടും. നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ മാത്സ് ഒന്ന് എന്ത് ചെയ്യണം, സ്ട്രോങ് ആക്കി എടുക്കണം. എന്നിട്ട് നിങ്ങൾ ഇതിന് പോകാവൂ. ഒരിക്കലും മെഡിസിൻ ഉള്ള ഒരു ആൾട്ടർനേറ്റീവ് ഓപ്ഷൻ ആയിട്ട്, മെഡിസിൻ അല്ലെങ്കിൽ ഇതാണ് എന്നുള്ളൊരു ആൾട്ടർനേറ്റീവ് ഓപ്ഷൻ ആയിട്ട് നമ്മൾ MBBSനെ GTechനെ നമ്മൾ കാണേണ്ടതില്ല. വേറെയും ഒരുപാട് കോഴ്സുകളുണ്ട്, വേറെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമ്മളൊന്ന് തോട്ട്ഫുള്ളി ഒന്ന് ആലോചിച്ച് നമ്മുടെ ഒരു പേഴ്സണാലിറ്റി എന്തിലോട്ടാണ് യോജിക്കുന്നത്, നമ്മുടെ സ്കിൽ സെറ്റ് എന്തിലോട്ടാണ് യോജിക്കുന്നത് ആലോചിച്ചാൽ മേ ബി വിൽ ഗെറ്റ് എ ബെറ്റർ ഐഡിയ. ഓക്കെ, ദാറ്റ്സ് അബൌട്ട് എഞ്ചിനീയറിംഗ്. ഇനി സ്വാഭാവികമായിട്ട് റിപ്പീറ്റ് പോകണ്ട എന്ന് തീരുമാനിക്കുന്ന ആളുകളുടെ മുമ്പിലേക്ക് പിന്നെ ഉള്ളത് വേറെ ഒരുപാട് ഓപ്ഷൻസ് ആണ്. അപ്പോൾ എന്തിലേക്കായിരിക്കും പിന്നെ പോകേണ്ടി വരിക? പിന്നെ നമ്മൾ സാധാരണ അലോട്ട്മെന്റിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് MBBS കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഒരു സെക്കൻഡ് പൊസിഷനിൽ വെക്കാറുള്ള പലപ്പോഴും BDS ആണ്. BDS പറ്റില്ല എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ഒരു സെക്കൻഡ് ഓപ്ഷനായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത് വെറ്റിനറി സയൻസിനെയാണെന്നാണ് എൻ്റെ ഒപ്പീനിയൻ. കാരണം ഇത്രയധികം ഒരു നമ്മൾ ഏതൊരു കോഴ്സിനും ഒരു സപ്ലൈ വേഴ്സസ് ഡിമാൻഡ് ഉണ്ട്. അതായത് ആവശ്യത്തിന് ആളുകൾ ഒരു ഫീൽഡിൽ ഉണ്ടോ, ആവശ്യത്തിന് സപ്ലൈ ഉണ്ടോ, ആവശ്യത്തിന് ഡിമാൻഡ് ഉണ്ടോ എന്നുള്ളത്. BDSൽ ആ സപ്ലൈ എലമെന്റ് വളരെ കൂടുതലാണ്. BDS ഡോക്ടർമാരുടെ എണ്ണം വളരെ കൂടുതലാണ്. ഈവൻ MBBSൽ പോലും കേരളത്തെ സംബന്ധിച്ച ഒരു സപ്ലൈ എലമെന്റ് വളരെ കൂടുതലാണ്. ഇപ്പോൾ PG കഴിഞ്ഞ് ഇറങ്ങിയ പല ആളുകൾക്കും ജോലി കിട്ടണം എന്നുണ്ടെങ്കിൽ വീണ്ടും പല ട്രെയിനിങ്സും സൂപ്പർ സ്പെഷ്യാലിറ്റിയും അതേപോലെ തന്നെ മറ്റൊക്കെ എടുക്കേണ്ട ഒരു അവസ്ഥയാണ് MBBSന് ചില സ്പെഷ്യാലിറ്റീസിനെങ്കിലും ഉള്ളത് എന്നുള്ളത് നമ്മൾ ക്ലിയർ ആയിട്ട് തിരിച്ചറിയേണ്ട കാര്യമാണ്. എന്നാൽ വെറ്റിനറിയെ സംബന്ധിച്ചിടത്തോളം 2 കോളേജസേ കേരളത്തിലുള്ളൂ, പൂക്കോടും പിന്നെ തൃശ്ശൂരും, വയനാടും തൃശ്ശൂരും. അപ്പോൾ ഈ 2 കോളേജ് ഉണ്ടായത് കൊണ്ട് തന്നെ എന്താണ്, ഒരു ലിമിറ്റഡ് നമ്പർ ഓഫ് ആളുകളെ പുറത്തിറങ്ങുന്നുള്ളൂ. കേരളത്തിൽ പ്രൈവറ്റ് ആയിട്ടൊന്നും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്ന് മാത്രമല്ല ഒരുപാട് ഇപ്പോൾ നമുക്കതിനെ അറിയാം, ഈ കോവിഡൊക്കെ സമയത്ത് ഒരുപാട് പെറ്റുകളെ കുട്ടികളടക്കം വളർത്തുന്നുണ്ട്. പെറ്റുകൾ എന്ന് പറഞ്ഞാൽ തന്നെ ഡിഫറെന്റ് വെറൈറ്റി ഓഫ് പെറ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ നമ്മളൊരു പോഡ്കാസ്റ്റ് അവിടെ എൻ്റെ ചാനലിൽ ചെയ്തിരുന്നു, ഒരു വെറ്റിനറി ഡോക്ടർ നമ്മുടെ ഫ്രണ്ട് റാസിമുമായിട്ട്. അപ്പോൾ പറഞ്ഞൊരു കാര്യം, ഈ പൂച്ചൻ്റെ അനാറ്റമി അല്ല പട്ടിക്കുണ്ടാവും, അതിൻ്റെ അനാറ്റമി അല്ല ഇപ്പോൾ പുതിയ എക്സോട്ടിക് പെറ്റുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ ആൾക്കാരെ വാങ്ങിക്കുന്നുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആക്ച്വലി ആ ഫീൽഡിൽ എന്ത് വരുന്നുണ്ട്, സ്പെഷ്യലൈസേഷൻസും ഡിമാൻഡ്സും, പിന്നെ കുറെ ഫാം ഹൗസുകൾ തുറക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് പൊതുവെ പുറത്ത് നോക്കിയാൽ തന്നെ ആ ഒരു വ്യത്യാസമൊക്കെ കാണാൻ പറ്റും. അച്ഛന് വേണ്ടിയുള്ള പിന്നെ ഫാം ഹൗസ്, അതായത് BBSc and AH ആണ്. അപ്പോൾ ആനിമൽ ഹസ്ബൻഡറി ആണ്. പിന്നെ പല ആൾക്കാരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ഈ മൃഗങ്ങളുടെ കൂടെ ഒക്കെ ഇങ്ങനെ പോകാനൊക്കെ ഉള്ളത് എന്നുള്ളതിന്റെ ഒരു പെർസെപ്ഷൻ ഉണ്ടല്ലോ, ഒരു പെർസെപ്ഷൻ. സിനിമയിലാണെന്നുണ്ടെങ്കിലൊക്കെ അങ്ങനെ സുഹൃത്തുക്കാരെന്ന് പറഞ്ഞ സിനിമ ഉണ്ട്. അല്ല, പെർസെപ്ഷൻ മാത്രമല്ല, സ്വന്തത്വം ഈ പറഞ്ഞതുപോലെ സ്വയം അതിനോടുള്ള ഒരു റെസിസ്റ്റൻസും ഉണ്ടാവും. അങ്ങനെയുള്ളവർക്ക് ഓക്കെ, അത് ഈ BDS ഡോക്ടർമാരൊക്കെ ആൾക്കാരെ വായി കഴിയുന്നുണ്ട്. അത് നിങ്ങൾ വിചാരിക്കുന്നവരൊന്നല്ല, അത്രക്കായിട്ട് കൂട്ടിയാൽ മതി എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ഈ മൃഗ ഡോക്ടർ എന്നുള്ളത് കഴിഞ്ഞിട്ട് പിന്നെ
ബാക്കി ഈ ആയുഷ് കോഴ്സുകളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് ഇറ്റ് ഹസ് റീച്ച്ഡ് കൈൻഡ് ഓഫ് എ സാച്ചുറേഷൻ പോയിന്റ് എന്നാണ് മൊത്തത്തിൽ ഒബ്സർവ് ചെയ്യുമ്പോൾ മനസ്സിലാവുന്നത്. ഓക്കെ, ആയുഷ് കോഴ്സുകളിൽ പക്ഷേ മേ ബി ആ ആയുഷ് കോഴ്സുകൾ കഴിഞ്ഞിട്ട് ഈവൻ PG പോലും കുറേയൊക്കെ സാച്ചുറേറ്റഡ് ആണ് എന്നാണ് ഞാൻ കുറെ ആൾക്കാരോട് സംസാരിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു ഫീലിംഗ് അതാണ്. നിങ്ങൾ എന്ത് കോഴ്സ് എടുക്കുകയാണെങ്കിലും ഇപ്പൊ അപ്പുറത്ത് നഴ്സിംഗ്, അതേപോലെ തന്നെ ഫാർമസി, മെഡിക്കൽ അലൈഡ് കോഴ്സുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് തിരഞ്ഞെടുക്കാവുന്ന കോഴ്സുകളാണ്. ഇപ്പൊ ജിപ്പറിലെ മെഡിക്കൽ അലൈഡ് കോഴ്സുകൾക്ക് നീറ്റ് വഴിയാണ് അഡ്മിഷൻ ഉള്ളത്. നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ആക്ച്വലി അവിടെ പ്രൊവൈഡ് ചെയ്യപ്പെടുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഒരു മെന്റാലിറ്റി കുറച്ച് മാറേണ്ടതുണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ BBSCയെ സംബന്ധിച്ചായാലും BDSനെ സംബന്ധിച്ചായാലും ഈ പറഞ്ഞ മറ്റു കാര്യങ്ങളൊക്കെ സംബന്ധിച്ചായാലും ഒരു മെന്റാലിറ്റി മാറേണ്ടതുണ്ട്. അതായത് അയ്യോ എനിക്ക് MBBS കിട്ടിയില്ല, എൻ്റെ ലൈഫ് പോയി, ഞാൻ BDS ഒരു അക്ഷരം കുറവാണ്, MBBS ആകുമ്പോൾ 4, BDS ആകുമ്പോൾ 3 ഉള്ളൂ, എന്താ അല്ലെങ്കിൽ ഞാൻ ഒരു പാരാമെഡിക്കൽ കോഴ്സ്, എൻ്റെ സ്വപ്നം ഒരു ഡോക്ടർ ആവാന്നുള്ളതായിരുന്നു, ഞാൻ ഡോക്ടർ അസിസ്റ്റ് ചെയ്യുന്ന ഒരാളായിട്ട് മാറും. ഈ ഒരു മെന്റാലിറ്റിയിൽ നിന്ന് പുറത്ത് കടന്നാൽ നമുക്ക് ലൈഫിൽ വിജയം ഉണ്ടാവും. അതല്ലാതെ നമ്മൾ ഈ മെന്റാലിറ്റി ആയിട്ട് നടന്നാൽ നമ്മൾ ലൈഫിൽ പരാജയപ്പെടുന്നതിൽ യാതൊരു സംശയമില്ല. ഓരോ കോഴ്സും ഡിഫറെന്റ് ഓപ്പർച്യൂണിറ്റീസ്, ഡിഫറെന്റ് കോഴ്സ് പാത്തുകൾ നമ്മുടെ മുമ്പിൽ എന്ത് ചെയ്യുന്നുണ്ട്, വെക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മളിവിടെ ഒരു ഇന്റർവ്യൂവിന് വന്നൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ഫാർമസി കഴിഞ്ഞൊരു പെൺകുട്ടിയാണ്. അവളിനി നെക്സ്റ്റ് ആയിട്ട് IIM ട്രൈ ചെയ്യാൻ പോകുന്നത്. അതായത് ആ കുട്ടി ഫാർമസി കഴിഞ്ഞിട്ട് IIM MBA മാനേജ്മെന്റ്, മേ ബി ഹെൽത്ത് കെയർ മാനേജ്മെന്റിലോട്ടൊക്കെ പോകണമെന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഈ IIM പോകുന്നിടത്ത് എന്തുണ്ട്, ഗേൾസിന് ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ ഉണ്ട്. പ്ലസ് മെഡിക്കൽ രംഗത്തല്ല ഇത്തരം കോഴ്സുകൾ, കാരണം കൂടുതലും ബിടെക്കാർ വരുന്നതുകൊണ്ട് തന്നെ അതൊരു സബ്ജക്റ്റീവ് പ്രോസസ് ആയതുകൊണ്ട് ഇത്തരം ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊക്കെ വരുന്ന ആളുകൾക്ക് കുറച്ചുകൂടി എന്തുണ്ട്, ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. മേ ബി അത് അവർക്ക് ആലോചിക്കാവുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. MPH എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ട്, മാസ്റ്റർ ഇൻ പബ്ലിക് ഹെൽത്ത്. നമ്മുടെ പബ്ലിക് പോളിസി, ഹെൽത്ത് പോളിസി, ഇപ്പോൾ WHO പോലത്തെ അല്ലെങ്കിൽ ഗവൺമെന്റ് ഓർഗനൈസേഷൻസ് ഒക്കെ പോളിസി ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഒരു മെഡിക്കൽ അലൈഡ് കോഴ്സ് കഴിഞ്ഞാൽ ജിപ്മർ അടക്കമുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ PGMIRലൊക്കെ ഇതിന് പോകാൻ പറ്റും. ഓക്കെ, അല്ലെങ്കിൽ നഴ്സിംഗ് കഴിഞ്ഞാൽ തന്നെ നഴ്സിംഗിൽ തന്നെ പല കൈൻഡ് ഓഫ് നഴ്സിംഗ് ഉണ്ട്. നഴ്സിംഗ് എന്ന് പറഞ്ഞാൽ നഴ്സിംഗ് ഇതേപോലെ ആളുകൾക്ക് ഒരു ഇൻഫീരിയോറിറ്റി തോന്നുന്ന ഒരു സംഭവമാണ്. ഇപ്പം നമ്മൾ ആളുകളുടെ പക്ഷെ അതിനപ്പുറം നിങ്ങൾക്ക് ആ ഒരു സെഗ്മെന്റിൽ എങ്ങനെ ലീഡർ ആവാം എന്നുള്ളത് ആലോചിച്ചുകൂടാ അല്ലെ? ഏതെങ്കിലും സ്പെസിഫിക് സ്പെഷ്യാലിറ്റിയിൽ ഞാൻ നഴ്സിംഗിൽ, അതായത് നമ്മുടെ മെന്റാലിറ്റി ഷിഫ്റ്റിൽ വരേണ്ടത് ഒരു ജോലിയും ഇൻഫീരിയർ അല്ല എന്നുള്ള ഒരു തോട്ടിലോട്ട് ഫസ്റ്റ് വരേണ്ടതുണ്ട്. രണ്ടാമത്തെ, നമ്മുടെ സ്കില്ലിനും നമ്മുടെ കഴിവിനും അനുസരിച്ചാണ് എന്ത് ചെയ്യുക, നമുക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മൂന്നാമത്തത്, ഈ ഒരു ഒറ്റ ഡിഗ്രി എന്നുള്ളതിനപ്പുറം മേ ബി ഒരു PGക്കും PhDക്കും ഒക്കെ ഫ്യൂച്ചറിൽ പോവേണ്ടി വരും എന്നുള്ളൊരു ചിന്ത തീർച്ചയായിട്ടും അതിപ്പോഴേ ആലോചിക്കാൻ തുടങ്ങുക എന്നുള്ളത്. ഇത് എന്തുകൊണ്ട് നമുക്ക് ഇതൊന്നും കിട്ടിയില്ല എന്നുള്ള നമ്മൾ ഫസ്റ്റ് അറിയിക്കേണ്ടത്. ഞാൻ പറഞ്ഞത് ഈവൻ റിപ്പീറ്റ് ചെയ്യാത്ത ആളുകൾ പോലും നീറ്റ് കിട്ടാൻ നമ്മൾ കോഴ്സിന് പോയി നമ്മൾ അറിയിക്കേണ്ടതാ എന്തുകൊണ്ട് എനിക്ക് കിട്ടിയില്ല. ഏറ്റവും പ്ലെയിൻ ആൻഡ് സിമ്പിൾ ഉത്തരം, നമ്മൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടില്ല. നമ്മുടെ ഫൗണ്ടേഷനിലൊക്കെ ഉള്ള സ്റ്റുഡൻസിനോട് നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത് തുടങ്ങണമെന്ന് പറയാറുണ്ട്. നമ്മൾ 12th ശേഷമാണ് എന്ത് ചെയ്തത്, അതിനെക്കുറിച്ച് ആലോചിച്ച് തുടങ്ങിയത്. ആ പ്ലാനിങ്ങിന്റെ അഭാവമാണ് കിട്ടാത്തത്. അപ്പം ഇനി നമുക്ക് വേണ്ട ഏറ്റവും സിംപ്ലസ്റ്റ് തിങ്, നമ്മൾ ഏത് കോഴ്സിന് പോകണമെങ്കിലും പ്ലാനിങ് ആണ്. നമ്മുടെ മുമ്പിൽ 2, 3, 4 വഴികൾ നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്തിടണം. മേ ബി ഞാൻ ഒരു PhD എടുക്കും, PhD എടുത്തിട്ട് എനിക്ക് എന്ത് ചെയ്യാം, എനിക്ക് ഒരു അക്കാഡമിയിലോട്ട് നിങ്ങൾക്ക് പഠിപ്പിക്കാൻ വേണ്ടി നമുക്ക് വരാം, അല്ലെങ്കിൽ ഞാൻ PG എടുത്തിട്ട് നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോവാം, പുറത്ത് എവിടെയെങ്കിലും പോവാം. ഈ പ്ലാനുകളൊക്കെ നമ്മുടെ മുമ്പിൽ ഓപ്പൺ ആക്കിയിടുക എന്നുള്ളതാണ്. അപ്പം നമുക്ക് നിരാശ ഒന്നും ഉണ്ടാവില്ല. നമ്മുടെ മുമ്പിൽ മൾട്ടിപ്പിൾ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ആ മൾട്ടിപ്പിൾ ഓപ്പർച്യൂണിറ്റീസിന് അത് വെയിൻ ചെയ്ത് അതിനുവേണ്ടി പ്ലാൻ ചെയ്ത് പോകണം. അല്ലാതെ എനിക്കിതൊന്നും കഴിയില്ല, എൻ്റെ ലൈഫ് എന്തോ പോയി എന്നുള്ള ആ ഒരു ചിന്തയായിട്ട് നടന്നാൽ ആ ചിന്തയാണ് നമ്മുടെ ഏറ്റവും വലിയ പരാജയം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. നീറ്റിന് നമുക്ക് MBBS കിട്ടില്ല എന്നുള്ളതല്ല, അതൊരു പരാജയം എന്നല്ല, അതൊരു സെലക്റ്റീവ് എക്സാം ആണ്. കുറെ ആൾക്കാർ എലിമിനേറ്റ് ചെയ്യുന്നു, ഇതിൽ നമ്മൾ എലിമിനേറ്റ് ചെയ്യപ്പെട്ടു പോയി ഫോർ വാട്ട് എവർ റീസൺസ്. ആ ഒരു സെറ്റ് ബാക്കിൽ നിന്ന് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്താത്തതിൽ നിന്ന് നമ്മൾ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത് മാത്രമാണ് നമുക്ക് ചെയ്യാം. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇപ്പം ഇതിലൊക്കെ പല തരത്തിലുള്ള ഈ മാനേജ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള മാനേജ്മെന്റ് റിലേറ്റഡ് കോഴ്സസ് എന്തുകൊണ്ട് ഒരു മെഡിക്കൽ ഗ്രാജുവേറ്റിന് അല്ലെങ്കിൽ ഒരു പാരാമെഡിക്കൽ ഗ്രാജുവേറ്റിന് പോയിക്കൂടാന്ന് നമുക്ക് വ്യത്യസ്തമായ വഴി കൂടുതൽ നോക്കുക എന്നുള്ളതാണ് അത്തരമുള്ള ആളുകൾ ചെയ്യേണ്ടത്. അതൊരു ബ്ലാങ്ക് ആയി നിൽക്കുക എന്നുള്ളത്. MBBS കിട്ടാത്തത് കൊണ്ട് ഉണ്ടാകുന്ന ഒരു ഇൻഫീരിയോറിറ്റി ഫീലിംഗ് ഉണ്ട്. അപ്പൊ അതിൽ നിന്ന് തന്നെ അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആണ് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് എങ്ങനെയെങ്കിലും MBBS നേടിയെടുക്കണം എന്നൊരു ലക്ഷ്യത്തോടു കൂടി പിന്നെ അടുത്തൊരു ഓപ്ഷനായിട്ട് പലപ്പോഴും പാരന്റ്സിന്റെയും കുട്ടികളുടെയും മുന്നിലേക്ക് എത്താറുള്ളത് ഫോറിൻ MBBS ഓപ്ഷൻസ്. അതിന്റെ സീസണാണ്, അതിന്റെ ഒരു അഡ്മിഷൻസും അതിന്റെ പരസ്യങ്ങളൊക്കെ നടക്കുന്ന ഒരു സീസണാണ്. അപ്പൊ അതിൽ ഇപ്പം എനിക്ക് തോന്നുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ അതിന്റെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഫാക്ടുകളോട് കൂടി സംസാരിക്കുന്ന ഒരാൾ കൂടിയാണ് അജ്മൽ സാർ. അപ്പൊ ആ ഡിസിഷൻസ് പലപ്പോഴും ഇമോഷണലാണ്. നേരത്തെ പറഞ്ഞതിന്റെ ബാക്കിയാണ്, അതായത് ഡോക്ടർ ആയേ പറ്റൂ അല്ലെങ്കിൽ MBBS തന്നെ വേണം എന്നുള്ള ആ ഒരു ഇമോഷന്റെ പുറത്താണ് പലപ്പോഴും ഡിസിഷൻസ് എടുക്കാറുള്ളത്. അപ്പം അതിനെക്കുറിച്ച് എന്തൊക്കെയാണ് ഇനി അല്ലെങ്കിൽ വളരെ ചുരുക്കി നമുക്ക് എന്തൊക്കെ പറഞ്ഞു കൊടുക്കാം? ഞാൻ ഓൾറെഡി ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, 2021 NMC റെഗുലേഷൻസ് ഉണ്ട്. ആ റെഗുലേഷൻസ് പ്രകാരം നിങ്ങളുടെ കോഴ്സിൽ 5.5 വർഷത്തെ
കോഴ്സും 1 വർഷത്തെ സെപ്പറേറ്റ് ഇന്റേൺഷിപ്പും വേണം. ഈ ഇൻ്റഗ്രേറ്റഡ് ഇന്റേൺഷിപ്പ് പറ്റില്ല. അതേപോലെ തന്നെ നിങ്ങൾ ഏത് കോളേജിലാണോ പഠിക്കുന്നത് അവിടെ തന്നെ അതിനെ അസോസിയേറ്റ് ചെയ്ത ഹോസ്പിറ്റലിൽ തന്നെ എന്ത് ചെയ്യണം, നിങ്ങൾ ഇന്റേൺഷിപ്പ് ചെയ്യണം. നിങ്ങൾ ഏത് രാജ്യത്താണോ പോകുന്നത് ആ രാജ്യത്തു നിന്നുള്ള ലൈസൻസ് ടു പ്രാക്ടീസ് എന്ത് ചെയ്യണം, നിങ്ങൾക്ക് കിട്ടണം. ഇതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഇതൊക്കെ കഴിഞ്ഞ് വന്നാലും ഇന്ത്യയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ വീണ്ടും FMG എക്സാം എഴുതണം. ഈ FMG എക്സാം എഴുതിയിട്ട് നിങ്ങൾ പാസ്സായിട്ട് നിങ്ങൾ വീണ്ടും 1 വർഷം ഇന്റേൺഷിപ്പ് ചെയ്യണം. ഇതിവിടെ ആളുകൾ വരുന്നൊരു ബേസിക് മിസ്റ്റേക്ക് എന്താ വെച്ചാൽ, അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരാൾക്ക് ഒരു സെൽഫ് ഫൈനാൻസിങ് കോളേജ് കിട്ടുമെന്ന് വിചാരിക്കുക. അയാൾ ഒരു 8 ലക്ഷം രൂപ, അതായത് ഒരു 50-55 ലക്ഷം രൂപ അല്ലെങ്കിൽ 60 ലക്ഷം രൂപ എന്ത് ചെയ്യണം, നാട്ടിൽ സ്പെൻഡ് ചെയ്യേണ്ടി വരും എന്നുള്ളത് നമ്മൾ അസ്യൂം ചെയ്യുക. പുറത്ത് എന്ത് ചെയ്യും, ഒരു 40 ലക്ഷത്തിന് എനിക്കൊരു MBBS മേ ബി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, ഇൻക്ലൂഡിങ് ആൾ ചെലവ്. അല്ലെങ്കിൽ 45 ലക്ഷത്തിന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഏതാണ് നല്ലത് എന്നുള്ളതാണ് ചോദ്യം. ഈ പല ഹിഡൻ കോസ്റ്റുകളും ആളുകൾ കാണൂല. ഒരു രാജ്യത്ത് പോയി വരണമെങ്കിലുള്ള ചിലവുകൾ, വിസ അല്ലെങ്കിൽ മറ്റ് ടിക്കറ്റ് ചിലവുകൾ, ഇങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളുണ്ട്. രണ്ടാമത് ഇതൊരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് ഇന്ത്യയിൽ നിന്ന് ഒരു ഞാൻ ഒരിക്കലും സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ പോയി പഠിക്കണം എന്നല്ല കേട്ടോ പറയുന്നത്. ആരും അങ്ങനത്തെ ഒരു സെൽഫ് ഫിനാൻസിങ് കോളേജുകൾക്ക് ആളുണ്ടാക്കി കൊടുക്കുന്ന ആരും ചിന്തിക്കരുത്. പകരം ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ 5.5 കൊല്ലം ഇന്ത്യയിൽ ഒരാൾ പഠിച്ചു കഴിഞ്ഞാൽ, അയാൾ മര്യാദക്ക് പഠിച്ചാൽ അയാൾ ഡോക്ടറായി. അയാൾക്ക് വേറെ ഹേർഡിൽസ് ഒന്നുമില്ല. അയാൾക്ക് എന്ത് ചെയ്യാം, അയാൾക്ക് 5.5 വർഷം കഴിഞ്ഞാൽ പ്രാക്ടീസ് ചെയ്യാം. പുറത്ത് പോകുന്ന ഒരു സ്റ്റുഡൻറ്റ് അയാൾക്ക് ലൈസൻസ് ലഭിക്കണം എന്നുണ്ടെങ്കിൽ, എല്ലാ രാജ്യത്തും ലൈസൻസ് ലഭിക്കില്ല എന്നുള്ള ഡിസ്കഷൻസ്, എല്ലാ സ്ഥലത്ത് PG ചെയ്യണം എന്നുള്ള ഡിസ്കഷൻസ്. ഞാൻ ഒരു ഉദാഹരണം എടുക്കാം. ഈജിപ്തിൽ ലൈസൻസ് എടുക്കണം എന്നുണ്ടെങ്കിൽ 5+2 years ചെയ്യണം. അവിടെ എന്ത് വേണം, അവിടെ 2 വർഷം ഇന്റേൺഷിപ്പ് ചെയ്യണം. 7 years അയാൾ എടുത്തു വിചാരിക്കുക. പിന്നെ അവിടെ ലൈസൻസിങ് പ്രൊസീജിയറും അതിൻ്റെ ഇടയിൽ എന്തായാലും 7 വർഷം കൂടെ ആയിരുന്നു കിട്ടിയെന്ന് വിചാരിക്കുക. ഇനി 6 വർഷത്തെ രാജ്യങ്ങളിൽ പോയാലും അവിടെ റഷ്യയിലോ ചൈനയിലോ ഒക്കെ പോയി അവിടുത്തെ ലൈസൻസ് ടെസ്റ്റ് ചെയ്യണം. ജോർജിയയിൽ കിട്ടോ ഇല്ല എന്നുള്ള ഡിബേറ്റ്സ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉസ്ബെക്കിസ്ഥാനിൽ കിട്ടോ ഇല്ല എന്നുള്ള ഡിബേറ്റ്സ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഡിസ്കഷൻസാണ്. 7 കൊല്ലം ഓൺ ആവറേജ് ആ വർഷം അത് അവിടെ സ്പെൻഡ് ചെയ്ത് വിചാരിക്കുക. തിരിച്ച് വന്ന് ഇവിടെ FMG എക്സാം എഴുതണം. 20% ഓൺ ആവറേജ് പാസ് റേറ്റ്. 15 വന്നുകൊണ്ട് 25 വന്നും ഒക്കെ ഉണ്ട്. അപ്പോൾ 20% ആവറേജ് പാസ് റേറ്റുള്ള ഒരു പരീക്ഷ എഴുതി അതിന് വേണ്ടി ഒരു 6 മാസമെങ്കിലും അയാൾ എന്ത് ചെയ്യേണ്ടി വരും. അയാൾ അല്ലെങ്കിൽ വന്ന ഉടനെ എക്സാം ഉണ്ടായിക്കോളുന്നില്ല. 6 മാസം നമ്മൾ അതിൽ കാണാം. 7.5 വർഷമായി. 7 വർഷമായല്ലോ. ഈ 7 വർഷം കേരളത്തിലൊക്കെ എസ്പെഷ്യലി FMG കഴിഞ്ഞ് അയാൾക്ക് ഇന്റേൺഷിപ്പ് അലോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 6 to 1 year ഡിലേ ഉണ്ട്. ഞാൻ വെറുതെ പറയുന്നതല്ല, എനിക്ക് പേഴ്സണലി അറിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. 6 to 1 year ഡിലേ ഉണ്ട്. ഒരു 6 months ഡിലേ നമ്മൾ കണക്കൂട്ട്. ഓക്കെ, 8 വർഷമായി അയാൾ എന്ത് ചെയ്തു, അയാൾക്ക് ഇന്റേൺഷിപ്പിൽ അയാൾ കയറി. ഒരു വർഷം അയാൾ ഇന്റേൺഷിപ്പ് ചെയ്തു. 9 വർഷം. 9 വർഷം. ഇതൊക്കെ 5.5 പോയാൽ മാത്രം കൃത്യമായി പോയാൽ 2023 NMC പുതിയ റോൾ കൊണ്ടുണ്ട്. എന്താ അറിയോ, ഒരു മെഡിക്കൽ ഗ്രാജുവേറ്റ് MBBS ചേർന്നത് മുതൽ, അത് ഇന്ത്യൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് ആവട്ടെ ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് ആവട്ടെ, 10 വർഷം കൊണ്ട് ഈ പ്രോസസ്സ് മൊത്തം കംപ്ലീറ്റ് ചെയ്യണം. ഇല്ലെങ്കിൽ ഹിസ് ഡിഗ്രി വിൽ ബി ഇൻവാലിഡ്. നമ്മളെവിടെ പഠിച്ചാലും, ഇന്ത്യയിലായാലും ഫോറിനിലായാലും. ഭയങ്കര റിസ്ക്കാണ്, ചില്ലറ റിസ്ക്. വർഷത്തെ ബഫറേഡ് ബാക്കി അത് പോട്ടെ, ബഫറൊക്കെ പോട്ടെ. ഞാൻ പറഞ്ഞു 9 വർഷം. വാട്ട് ഈസ് ഓപ്പർച്യൂണിറ്റി കോഴ്സ്? 5.5 വർഷത്തിൽ നിന്ന് 9 വർഷത്തിലോട്ടുള്ള ദൂരം എന്താണ്? 3.5 വർഷം. ഈ 3.5 വർഷം കൊണ്ട് അയാള് എത്ര രൂപ എക്സ്ട്രാ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും? ഈ 3.5 വർഷം എന്ന് പറഞ്ഞാൽ ഒരു ആൺകുട്ടി ഒരു 19 വയസ്സിൽ പോവാണെന്നുണ്ടെങ്കിൽ അവന് 28, 29, 27, 28 വയസ്സായിട്ടുണ്ടാവും. അവൻ്റെ എന്നെ പേഴ്സണലി വിളിച്ച എൻ്റെ വീഡിയോസൊക്കെ കണ്ട് വിളിച്ച പല ഫോർമേറ്റ് ഞങ്ങൾക്ക് പുറത്ത് പറയാൻ വയ്യ. കാരണം ഞങ്ങൾക്ക് എന്ത് ചെയ്യും, ഞങ്ങൾക്ക് ചിലപ്പോൾ ഒരു അഭിമാനക്ഷത ഉണ്ടാവും. ഞങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഫാമിലി ഉണ്ട്, കുട്ടികളുണ്ട്. വീട്ടുകാരോട് എന്തെങ്കിലും ചോദിക്കാൻ പറ്റുമോ ഈ പ്രായത്തിൽ? വീട്ടുകാരൊക്കെ വിചാരിക്കണം ഞങ്ങൾ ഡോക്ടറാണെന്നാണ്. നിങ്ങളിത് നിർബന്ധമായും പറയണോ? ഇതൊക്കെ കേൾക്കുമ്പോഴാണ് ഞാനതൊക്കെ പലപ്പോഴും പറയുന്നത്. അപ്പോൾ ഇതൊന്നും ആലോചിച്ച് നോക്കുക. ഈ ഒരു 3.5 വർഷം കൊണ്ട് അവർക്ക് ഏൺ ചെയ്യാവുന്ന ഒരു എമൗണ്ട് ഉണ്ട്. ഇത് കൂടാതെ അവർ സ്പെൻഡ് ചെയ്യുന്ന ഒരു എമൗണ്ട് ഉണ്ട്. എങ്ങനെ നോക്കിയാലും ഇവിടെ 60 ലക്ഷമാണ് 45 ലക്ഷം ആണെങ്കിലും ഈ 60 ലക്ഷമാണ് ലാഭം. ഇത് നിങ്ങൾ സെൽഫ് ഫിനാൻസിങ് കോളേജിൽ ലോൺ എടുത്ത് പോകാൻ വേണ്ടി പറയുന്നതല്ല, അതുകൂടി മനസ്സിലാക്കുക. ഞാൻ പറഞ്ഞത് ഒരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കമ്പയർ ചെയ്യും. ഇതല്ല ലാഭം എന്തെന്ന് തോന്നുന്നു? എന്തായാലും ഇതല്ല ലാഭം. ഒരുപാട് പിന്നെ ഇതിനപ്പുറം ഇതിൽ ലൈസൻസ് കിട്ടിയില്ല അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പോവേണ്ട ലീഗൽ ബാറ്റിലുകളെ കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ ഇതൊക്കെ അറിഞ്ഞ് ഈ റിസ്ക് എലവൻസ് ഒക്കെ എടുക്കാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് പോകാം. ആരെയും തറയുന്നോ ഇതൊന്നുമില്ല. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ഒരാൾ എന്ത് ചെയ്യാൻ, വിദേശത്ത് പോകാനെന്നുള്ളതാണ്. ഇതിനോട് കണക്ട് ചെയ്ത് തന്നെ ചോദിക്കാണ് ഒരാളെ ഒരു ചോദ്യം. ഈ പറഞ്ഞ പോലെ സെൽഫ് ഫിനാൻസിൽ പോകണ്ടേ എന്നുള്ള ചോദ്യത്തിനും എങ്ങനെയായിരിക്കും ഒരു സെൽഫ് ഫിനാൻസിങ്? നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ ഭദ്രത ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെൽഫ് ഫിനാൻസിങ്ങിൽ പോവാം. നിങ്ങളൊരു 40 ലക്ഷം രൂപ ലോൺ എടുത്ത് പോവേണ്ട ഒരു കോഴ്സ് അല്ല MBBS എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം.
നമ്മൾ 40 ലക്ഷം രൂപ ലോൺ എടുത്ത് പോകേണ്ടതല്ല ഒരു കോഴ്സും എന്നുള്ളതാണ്. ഇന്ത്യയിൽ ഒരു കോഴ്സ് നിങ്ങൾ 40 ലക്ഷം രൂപ ലോൺ എടുത്ത് പോകേണ്ടതല്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. 40 ലക്ഷം രൂപ ഒരാൾ 6 വർഷത്തോട്ട് ലോൺ എടുത്താൽ അയാൾ 6 വർഷം കൊണ്ട് തിരിച്ചടക്കണം എന്നുണ്ടെങ്കിൽ 57 ലക്ഷം രൂപ തിരിച്ചടക്കണം. അഗെയിൻ നോട്ട് ദ പോയിന്റ്, 57 ലക്ഷം രൂപ തിരിച്ചടക്കണം. 57 ലക്ഷം രൂപ 6 കൊല്ലം കൊണ്ട് തിരിച്ചടക്കണം എന്നുണ്ടെങ്കിൽ ഒരു മാസം 78,000 രൂപ അയാൾ തിരിച്ചടക്കണം. ഒരു മാസം 78,000 രൂപ. ഓക്കെ, ഇനി ഈ ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ്സിന്റെ വിദേശത്ത് ലോൺ എടുത്ത് പോകുന്ന ആൾക്കാരുണ്ട്. ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ്സിന്റെ കാര്യം ആലോചിക്കുക. 6 കൊല്ലം കഴിഞ്ഞാൽ ബാങ്കിൽ നിന്ന് തിരിച്ചടവിന് നോട്ടീസ് വരുമ്പോൾ ആരാണ് ഈ പൈസ തിരിച്ചടക്കാൻ പോകുന്നത്? ഒന്ന്. ഇത് ഇന്ത്യയിലെ മെഡിക്കൽ ഗ്രാജുവേറ്റിന്റെ വിഷയം എടുക്കുക. 5.5 വർഷം കഴിഞ്ഞിട്ട് ഇവർ ഒരു വർഷം പി ജിക്ക് പ്രിപ്പയർ ചെയ്തിട്ട് പി ജിക്ക് കയറി കഴിഞ്ഞാലും കേരളത്തിൽ പി ജിക്ക് കിട്ടുന്ന സ്റ്റൈപ്പൻഡ് എന്നുള്ളത് ഏകദേശം 50,000 രൂപ മുതൽ 60,000 രൂപ വരെയാണ്. 78,000 രൂപയുടെ ലോൺ ആരാണ് തിരിച്ചടക്കാൻ പോകുന്നത്? പാരൻസ് ആണോ? അത് നമ്മളാണോ? ശരിക്കും ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ അതൊക്കെ ഇനി ആ കാരണം കൊണ്ട് നിങ്ങൾക്ക് MBBS കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തോ നഷ്ടബോധത്തിൽ കഴിയേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളുടെ മുമ്പിൽ ഒരു വൈസ് ഡിസിഷൻ എടുത്തതിൻ്റെ ഒരു എന്താ പറയുക ആത്മവിശ്വാസത്തിൽ നിങ്ങൾക്ക് ജീവിക്കാന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ഒരുപാട് പിന്നെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിനപ്പുറത്തേക്ക് ഇനിയിപ്പം ഒരുപക്ഷെ റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നവരുണ്ടാവും. ഇത് കാണുന്ന നീറ്റിനെ കുറിച്ചൊക്കെ അറിയാൻ താല്പര്യമുള്ള മറ്റ് സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ നീറ്റിൽ ഈ പ്രാവശ്യം വലിയൊരു വ്യത്യാസം വന്നു. അപ്പോൾ അടുത്ത വർഷമൊക്കെ ഉള്ള അല്ലെങ്കിൽ അതിന് ശേഷമുള്ള ഒരു നീറ്റിൻ്റെ ഒക്കെ ഒരു പാറ്റേൺ ഒക്കെ എങ്ങനെയായിരിക്കും, അടുത്ത വർഷത്തെ നീറ്റൊക്കെ എങ്ങനെയായിരിക്കും എന്നുള്ളത് എന്തോ ഷഫീർ സാറിന് എന്തോ പറയാനുണ്ട്. അടുത്ത വർഷത്തെ നീറ്റിനെ കുറിച്ച് പറയാൻ ഞാൻ അത് പറഞ്ഞ പോലെ തന്നെ ഇപ്രാവശ്യം വന്ന വലിയൊരു മാറ്റം. ഫിസിക്സ് ശരിക്കും ലെവൽ മാറി. ഇതുവരെ 4 വർഷം കണ്ട നീറ്റ് അല്ല, നീറ്റിലെ ഫിസിക്സ് അല്ല ഇത്തവണ. എനിക്ക് ഓർമ്മ വന്നത് 2009 ഞാൻ എഴുതിയ AIPMT എക്സാം ഉണ്ട്, മുൻപത്തെ ഓൾ ഇന്ത്യ പ്രീ മെഡിക്കൽ ടെസ്റ്റ്. അതിലെ പേപ്പറാണ് ഫിസിക്സ് ഹെവി ആയിട്ടുള്ള പേപ്പറാണ്. ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഓരോ വലിയ വലിയ പാരഗ്രാഫുകൾ വായിച്ചിട്ട് വേണം ഓരോ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ശരിക്കും കുട്ടികളുടെ ടൈം മാനേജ്മെന്റ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, അഫക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ എന്നാലും നമുക്കറിയാം ഫസ്റ്റ് റാങ്കിന്റെ മാർക്ക് 686 ആണ്. ഏകദേശം ചെയ്ത ആളുകളുണ്ട്, കുറച്ച് പേരാണെങ്കിൽ കൂടെ. അപ്പം നമുക്ക് വരാൻ പോകുന്ന നീറ്റിന് നമുക്ക് നല്ല മാത്തമാറ്റിക്കൽ ഫൗണ്ടേഷൻ നിർബന്ധമാണ്, പ്രോബ്ലം സോൾവിങ് സ്കിൽസ് നിർബന്ധമാണ്. നമുക്ക് ബയോളജി LCRT 100% കാണാതെ പഠിച്ചാൽ നീറ്റിന് സ്കോർ ചെയ്യാം അല്ലെങ്കിൽ റാങ്ക് വാങ്ങാം എന്ന ഒരു പ്രതീക്ഷ ഭാവിയിലേക്ക് ഇല്ല എന്ന് തന്നെ പറയാം. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇത് നമ്മൾ പറയേണ്ട ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ പഠിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതാണ് നല്ലത്. പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, എഫേർട്ട് ഇടുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മറ്റെന്താന്ന് വെച്ചാൽ ഇത് എല്ലാവർക്കും മാർക്കുണ്ട്. എല്ലാം ഒരു ഇതിലൊരു ഒരേ രസമുള്ള ആർഗ്യുമെന്റ് എന്താണെന്ന് വെച്ചാൽ ഈ വിദേശ MBBS അടക്കാറ് പറഞ്ഞതാണ്, കഴിഞ്ഞ കൊല്ലം 650 കിട്ടിയിട്ട് ഇത്തവണ റിപ്പീറ്റ് ചെയ്തിട്ട് എത്ര കിട്ടിയിട്ടുള്ളൂ, അല്ലെങ്കിൽ കഴിഞ്ഞ തവണ 600 കിട്ടി, ഇത്തവണ റിപ്പീറ്റ് ചെയ്തിട്ട് 500 കിട്ടിയുള്ളൂ. കഴിഞ്ഞ തവണത്തെ എക്സാം ഡിഫറെന്റ് ആണ്. കഴിഞ്ഞ തവണത്തെ പല പാരൻസും പരാതി പറഞ്ഞു, 650 കിട്ടിയിട്ട് എൻ്റെ കുട്ടിക്ക് MBBS കിട്ടിയില്ല. കഴിഞ്ഞ 620 കിട്ടിയില്ലേ, പിന്നെന്താ? കഴിഞ്ഞ തവണത്തെ ആ സ്കാമുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾക്ക് ശരിക്ക് ആക്കം കൂട്ടിയൊരു സംഭവം എന്താണ്, പരീക്ഷ എളുപ്പമായിരുന്നു എന്നുള്ളൊരു ഫാക്ടർ കൂടിയാണ്. അതുകൊണ്ടാണ് NTA ഇത്രയ്ക്കും പഴി എന്ത് ചെയ്യേണ്ടത് കേൾക്കേണ്ടത്. ഫസ്റ്റ് റാങ്കിൽ എത്ര 720 67 ആൾക്കാർക്ക് അവർക്ക് തന്നെ എല്ലാവർക്കും എയിംസിൽ അഡ്മിഷൻ കിട്ടുന്നില്ല എന്നതാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി എവറി മാർക്ക് വിൽ ബി വർത്ത് ഇറ്റ് ആൻഡ് യു ഹാവ് ടു എന്താ പറയാ വർക്ക് ഹാർഡ് ഫോർ ദാറ്റ്. അതിന് റെഡിയുള്ളവരാണ് എന്ത് ചെയ്യേണ്ടത്, ബേസിക്കലി പോവേണ്ടത്. അടുത്ത തവണ എനിക്ക് തോന്നുന്നത് സിമിലർ പാറ്റേൺസ് മേ ബി കണ്ടിന്യൂ ചെയ്യുക. ഭയങ്കര ഈസി ആയിട്ട്, അതായത് 2024 മോഡൽ ഒരു പേപ്പർ ഇനി ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. അത് NTA നടത്തുന്നിടത്തോളം കാലം ഇനി അങ്ങനത്തെ ഒരു പേപ്പർ നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടതാണ് എനിക്ക് തോന്നുന്നത്. ഇതേ ഡെഫിനൻസ് ലെവൽ വരുമോ അതോ കുറച്ചുകൂടി എളുപ്പമാവോ, മേ ബി അങ്ങോട്ടോ വേരിയേഷൻസ് ഉണ്ടാവാം. പക്ഷേ ഡെഫിനറ്റ്ലി മുൻ വർഷങ്ങളിലെ പോലെ ഒരു നന്നായി അധ്വാനിക്കാൻ തയ്യാറുള്ള നല്ല മാത്തമാറ്റിക്കൽ എബിലിറ്റി ഉള്ള നല്ല ബേസ് ഉള്ള കുട്ടികളാണ് എന്ത് ചെയ്യേണ്ടത്, ഇതിന് വേണ്ടിയിട്ട് ഒരുമ്പിട്ട് ഇറങ്ങേണ്ടത്. ഇപ്പോൾ +1 സ്റ്റാർട്ട് ചെയ്യുന്ന കുട്ടികളുണ്ട്, ആസ്പിറൻസ് എന്തായാലും ഉണ്ടാവും. അപ്പൊ അതിൽ തന്നെ ഒരുപാട് പേര് ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ആണ് മാത്തമാറ്റിക്സ് ഒഴിവാക്കിയിട്ടുള്ള ഓപ്ഷൻ +1 സെലക്ട് ചെയ്യും. കാരണം നീറ്റിന് PCBയുടെ ആവശ്യമേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് അതൊക്കെ വലിയ അബദ്ധമാവുകയാണ്. കാരണം നല്ല മാത്തമാറ്റിക്കൽ എബിലിറ്റി മാത്സ് നന്നായിട്ട് അറിയണം, കാൽക്കുലസ് അടക്കം ട്രിഗണോമെട്രി അടക്കം പഠിച്ച ആളുകൾക്കാണ് ഈ പ്രാവശ്യം നീറ്റിൽ എന്ത് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ, സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ ഒരു +1 +2 നമ്മൾ മാത്സിൽ നല്ല ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പഠിക്കുക എന്നുള്ളതാണ് ഈ വർഷത്തെ ഒരു വലിയൊരു. ഫിസിക്സും ആ ലെവൽ പ്രോബ്ലംസ് നമ്മൾ ചെയ്യുക. പല കുട്ടികളും വരുത്തിയിട്ടുണ്ടാവാതെ മിസ്റ്റേക്ക് ഇതൊക്കെ ഇപ്പൊ നീറ്റിന് വരുമോ എന്നുള്ള രീതിയിൽ ചെയ്യാതെ മാറ്റി വെച്ചിട്ടുണ്ടാവും. അത് അവരെ ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുണ്ടാവും. ഓക്കെ, ക്വസ്റ്റ്യൻസ് ഒരുപാട് ചെയ്യാന്നുള്ളതും അതിന്റെ സ്പീഡ് ഇംപ്രൂവ് ചെയ്യാന്നുള്ളതും അതെ, സ്പീഡ് ആൻഡ് അക്യൂറസി എന്നുള്ളതാണ് ഇത്തരം എക്സാംസിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഈവൻ നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സിലൊക്കെ നമ്മൾ എയിം ചെയ്യുന്നത് എന്താ, കുട്ടികളെ നേരത്തെ തന്നെ അതിന് വേണ്ടി ഒരുക്കി കൊണ്ടുവരിക. കാരണം ഇനി അങ്ങോട്ടുള്ള കാലത്ത് JEE ആവട്ടെ നീറ്റ് ആവട്ടെ ടഫറായി വരുന്നു, കോമ്പീറ്റൻസ് കൂടി വരുന്നു. അവിടെ നമ്മൾ കുട്ടികൾ എന്ത് ചെയ്യണം,
ഇപ്പോൾ ഇത് കേൾക്കുന്ന ആളുകളുടെ അനിയന്മാരും അനിയത്തിമാരും അല്ലെങ്കിൽ മക്കൾ ഒരു 6th മുതൽ 10th ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സ് നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ്. കാരണം നമ്മൾ ആ കുട്ടികൾ ആ ലെവലിലുള്ള പ്രോബ്ലം സോൾവിങ് കേപ്പബിലിറ്റി നമ്മൾ നേരത്തെ കൊടുക്കുന്നുണ്ട്, അങ്ങനെ കൊടുക്കേണ്ടതുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഒരു നീറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ടോട്ടലി പറയാനുള്ളത്. അപ്പോൾ ഏതായാലും നീറ്റ് എഴുതി നിൽക്കുന്ന സ്റ്റുഡൻസിനോട് പ്രത്യേകിച്ച് പറയാനുള്ളത് അവിടെ ഒരു ബ്ലാങ്കായി നിൽക്കാതെ അല്ലെങ്കിൽ ഒരു നിരാശയിൽ നിൽക്കുന്നതിനപ്പുറത്ത് ഇപ്പോൾ ഉള്ളൊരു റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യുക, എന്നിട്ട് ഒരു വൈസായ ഒരു ഡിസിഷൻ എടുത്ത് മൂവ് ഓൺ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഒരു ടേക്ക് അവേ ആയി പറയാനുള്ളത്. കൂടുതൽ കാര്യങ്ങൾ ഏതൊരു ഡിസിഷൻ എടുക്കുമ്പോഴും അതിനെക്കുറിച്ചുള്ള അതിൻ്റെ ഭാവിയും എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നന്നായി ഒരു ആലോചിച്ച് ഇമോഷണലി ഡ്രൈവ് ചെയ്യാതെ നമ്മൾ കുറച്ചും കൂടി ലോജിക്കലി തീരുമാനങ്ങൾ എടുക്കാൻ പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് ശ്രദ്ധിക്കണം എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത്. മറ്റ് വിഷയങ്ങളുമായി നമുക്ക് വീണ്ടും മറ്റ് വീഡിയോകളിൽ കാണാം. ബൈ.